ഹായ്. ന്യൂ ബോൺ ബേബി മസാജ് ആൻഡ് ബേബി ബാത്ത് എന്ന് പറയുന്നത് ന്യൂ മോമിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അത് ഒരു കുളിപ്പിക്കുക എന്നതിലുപരി അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ്ങിൻ്റെ ടൈം കൂടിയാണത്. അപ്പോൾ അത് കറക്റ്റ് ടെക്നിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള പ്ലേസ് സെലക്ട് ചെയ്യുക. ബേബി ഉണർന്ന് കാമായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ബേബി ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച അപ്പോൾ തന്നെ ചെയ്യാതിരിക്കുക. പിന്നെ റൂം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ഒരു വാമായിരിക്കുന്ന ക്ലൈമറ്റിൽ ഒരുപാട് തണുപ്പില്ലാത്ത സമയത്ത് വേണം ബേബി ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുമ്പം കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അങ്ങനെ പല ഓയിൽസ് യൂസ് ചെയ്യാം. നമ്മൾ ചാമക്കാട്ട് ഹെർബൽസിൻ്റെ ലാക്ഷാതി ഓയിലും നാൽപ്പാമരാതി ഓയിലുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുട്ടിയെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ സ്ഥലത്ത്, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തുക. ഓയിൽ കുറച്ച് കയ്യിലെടുത്ത് പയ്യെ ഹാൻഡ്സിൽ റബ്ബ് ചെയ്ത് ഒന്ന് വാമാക്കിയിട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എണ്ണ തേപ്പിച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഹെഡിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഹെഡിൽ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഹെഡിലാണ് ഫസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലെടുത്ത് തലയിൽ ജസ്റ്റ് ജെന്റിലായിട്ടുള്ള റൗണ്ട് ചെയ്ത് മസാജ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ഒരുപാട് സോഫ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും തലയിൽ, അവിടെ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫോർഹെഡ് ആണ് വരിക. നെറ്റിയും ഐബ്രോസും സെൻറ്ററിൽ നിന്ന് ഔട്ട്വേർഡ് എന്ന രീതിയിൽ ഒരു 3 to 5 ടൈംസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു സ്ട്രോക്ക് പോലെ മസാജ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നോസ്, മൂക്കാണെങ്കിലും അല്ലെങ്കിൽ മൂക്കിനും കണ്ണിനും ഇടയിലുള്ളൊരു വരുന്ന സ്പേസ്, അത് നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് ജെന്റിലി മസാജ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ജോ ജെന്റിലി മസാജ് ചെയ്യുക 2 ഫിംഗേഴ്സ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ചീക്സ് നമുക്ക് 2 കവിളുകളും റൗണ്ടിൽ മസാജ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഇയേഴ്സ് ആണ്. 2 ചെവികളും തമ്പും നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ട് പയ്യെ ജെന്റിലായിട്ട് മസാജ് ചെയ്യാം. അത്രയും കഴിഞ്ഞിട്ട് പിന്നെ നെക്ക് പയ്യെ കഴുത്ത് പൊക്കി കഴുത്തിൻ്റെ ഗ്യാപ്പുകളെല്ലാം ഒന്ന് മസാജ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ചെസ്റ്റ് റീജിയനിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പിലാണ് മസാജ് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന രീതിയിൽ മസാജ് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ഷോൾഡേഴ്സിൽ നിന്ന് 2 ഷോൾഡറിൽ നിന്നും താഴേക്ക് എന്നുള്ള രീതിയിലും മസാജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 3 to 5 ടൈംസ് എന്നുള്ള രീതിയിൽ സ്ട്രോക്ക് വരുന്ന രീതിയിൽ മസാജ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റൊമക്കും 2 കൈ ഉപയോഗിച്ച് മേളിൽ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിൽ മസാജ് ചെയ്യാം. കൂടാതെ സർക്കുലർ മോഷനിലും വലിയ പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യാം. നമ്മുടെ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും.